ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അതായത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് PSCയുടെ ഭാഗത്തു നിന്ന്. അപ്പം ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്ത ടൈമിൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, പ്രൊമോഷൻ ചാൻസസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ സ്റ്റുഡൻസ് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ജോബ് പ്രൊഫൈലും അതേപോലെ പ്രൊമോഷൻ ചാൻസസ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പം ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. അപ്പോൾ യൂണിഫോം പോസ്റ്റ് സ്വപ്നം കാണുന്നവർക്ക് അടുത്തൊരു അവസരമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സാലറി സ്കെയിലും വളരെ ഹൈ ആണ്. അപ്പോൾ സാലറി സ്കെയിൽ കൊണ്ടും അതേപോലെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. കൂടാതെ ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത്യാവശ്യം പവർഫുൾ പോസ്റ്റുമാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് യൂണിഫോം പോസ്റ്റും അതിൻ്റെ സാലറിയും തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി നമ്മളൊരു 200 ml ലേബലിലുള്ള ഒരു ബോട്ടിൽ വാങ്ങുന്നു. അപ്പോൾ ആ ലേബലിലുള്ള 200 ml ആ ബോട്ടിലുണ്ടെന്ന് നമ്മൾ മേടിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷേ റാൻഡംലി അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത്, അതായത് റെയ്ഡ് ഒക്കെ നടത്തി അത് ചെക്ക് ചെയ്ത് അത് ആ ലേബലിലുള്ളത് തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ കൺസ്യൂമറിൻ്റെ ഒരു റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ടാണോ അവർ വെച്ചിരിക്കുന്നത്, അതിലെന്തെങ്കിലും വയലേഷൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ട് ഷോപ്സ്, factories, petrol pumps, markets to check weighing and measuring instruments, verifying calibration accuracy of weights and measures, detect violation of legal metrology laws and regulation, prepare inspection reports, maintain records, assist senior officers in raids, public interface, educate traders, ensure consumer protection. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ചാൻസസ്, ഇപ്പം നിങ്ങൾ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആയിട്ട് കയറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിലെ പ്രൊമോഷൻ ചാൻസസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ഇൻസ്പെക്ടർ ആവാം, അതേപോലെ അസിസ്റ്റന്റ് കൺട്രോളർ ആകാം, ഡെപ്യൂട്ടി കൺട്രോളർ ആകാം, നെക്സ്റ്റ് ജോയിന്റ് കൺട്രോളർ, ഫൈനലി കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി വരെ ആകാനുള്ളൊരു ചാൻസ് ഈ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആയിട്ട് കയറുന്ന ഒരാൾക്ക് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ആവാനുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു പോസ്റ്റിലൂടെ കിട്ടുന്നത്. അപ്പോൾ പ്രൊമോഷൻ ചാൻസസും അത്രയും ഹൈ ആണ് ഈ ഒരു പോസ്റ്റിലെന്ന് നിങ്ങൾ ഓർക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞു സാലറി സ്കെയിൽ ഹൈ ആണെന്ന് പറഞ്ഞു. സാലറി പേ സ്കെയിൽ എന്ന് പറയുന്നത് 43,400 മുതൽ 91,200 രൂപ വരെയാണ്. അതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ പേ സ്കെയിൽ എന്ന് പറയുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിലും ഹൈ ആയിരിക്കും പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 43,400 ആണ്. അതിൻ്റെ കൂടെ തന്നെ DA ഉണ്ട്, HRA ഉണ്ട്, TA തുടങ്ങിയതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരും. പിന്നീട് നമുക്ക് ഇൻഹാൻഡ് ആയിട്ട് കിട്ടുന്നത് അതായത് 55,000 തൊട്ട് 60,000 രൂപ വരെയാണ് നമുക്ക് പെർ മന്ത് ഇൻഹാൻഡ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ലൊക്കേഷൻ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ സാലറി റേഞ്ച് ഇതിലും കൂടുതൽ തന്നെയായിരിക്കും. ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം ഇത്രയും സാലറി സ്കെയിൽ കൊണ്ടും അതേപോലെ യൂണിഫോം പോസ്റ്റ് ആണ്. യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പവർഫുൾ പോസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കാതെ, കാരണം PSCയുടെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസത്തിൽ അതിന്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വന്ന് എക്സാമും നടക്കാറുണ്ട്. അപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന പല നോട്ടിഫിക്കേഷൻസിന്റെ എക്സാംസ് അങ്ങനെ നടന്നു കഴിഞ്ഞു. അപ്പം നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമുക്കറിയാം എന്തായാലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയും നല്ലൊരു പോസ്റ്റിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് കാണും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മളൊരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.